ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ജാഗ്രതകാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്ന സാഹചര്യത്തിൽ സഭ നിർത്തിവെക്കുന്നതായും തിങ്കളാഴ്ച വീണ്ടും ചേരുമെന്നും സഭാധ്യക്ഷൻ അറിയിച്ചു. ലഹരിക്കെതിരായ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. PM ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവെച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ 4 പുതിയ പദ്ധതികൾക്ക് ഇന്ന് തുടക്കമാകും. സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി കെ മുരളീധരൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന MSc മെഡിക്കൽ ബയോ ഇൻഫർമാറ്റിക്സ് കോഴ്സ്, ക്യാമ്പസിലൊരുക്കിയ ഔഷധസസ്യ ഉദ്യാനത്തിന്റെ സമർപ്പണം എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2003 മുത്തങ്ങ കേസിൽ പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി മറ്റൊരു പോലീസുകാരനായ അബ്ദുൾ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭ നേതാവ് M ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരെന്നും കോടതി വിധിച്ചു. ശബരിമലയിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. മിൽമയുടെ നെയ്യ് സംബന്ധിച്ച് പരാതികളൊന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മിൽമ തന്ന നെയ്യിൽ എന്തെങ്കിലും പോരായ്മ ഉള്ളതായിട്ടുള്ള ഒരു പരാതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ബോർഡിന്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തുനിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ ഒരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. ഇത് കാരണം കൊണ്ട് എടുത്തതല്ല. ഇപ്പോൾ അത് ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേ ഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കടലായി സ്വദേശി ലിനീഷാണ് അറസ്റ്റിലായത്. ഈ മാസം 21-ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന വന്ദേ ഭാരതിന് നേരെയാണ് കല്ലേറുണ്ടായത്. മോശം കാലാവസ്ഥയെ തുടർന്ന് 2 വിമാനങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. മാലേ കൊച്ചി ഇൻഡിഗോ വിമാനവും ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസുമാണ് വഴിതിരിച്ചുവിട്ടത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം ഡിസംബർ 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ഓണം ഖാദി മേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് ആദ്യ വിൽപ്പന നടത്തി നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ V റിനീഷ അധ്യക്ഷയാവും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ പ്രത്യേക റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും. നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഓഗസ്റ്റ് മാസത്തെ റേഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. ക്ലിനിക്കൽ ടോക്സിക്കോളജി മേഖലയിലെ ദേശീയ കോൺഫറൻസ് ടോക്സിക് 2026 മന്ത്രി T സിദ്ദിഖ് നാളെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ടോക്സിക്കോളജി, വിഷബാധ ചികിത്സ തുടങ്ങിയവയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പരിപാലന രംഗത്തെ വിദഗ്ധർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശിച്ചു. ഈ കൊല്ലം ജില്ലയിൽ 750ഓളം യന്ത്രവൽകൃത യാനങ്ങളുണ്ട്. അവര് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കടലിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവര് നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് പോലെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൗരവമായി കണക്കിലെടുത്ത് പോകേണ്ടതാണ്. കൂടാതെ ഐഡന്റിറ്റി കാർഡുകളും യാനങ്ങളുടെ രജിസ്ട്രേഷൻ ലൈസൻസ് സർട്ടിഫിക്കറ്റുകളും കരുതേണ്ടതാണ്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മത്സ്യത്തൊഴിലാളി രാജീവനാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൌതം എന്നിവർക്കായി തെരച്ചിൽ തുടരുന്നു. 14 പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിന്റെ മൃതദേഹം കണ്ടെത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നയപരിഷ്കാരങ്ങൾ സംബന്ധിച്ച ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന ശില്പശാല സംഘടിപ്പിക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, വിവിധ അധ്യാപക സാമൂഹ്യ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ സി രാമകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവയെക്കുറിച്ച് ചർച്ച നടക്കും. പോലീസ് സ്റ്റേഷനുകളിൽ സഹായം തേടിയെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രയമായി കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ. 16 മാസത്തിനിടെ 8547 പേരാണ് ഈ സെന്ററുകളുടെ കൌൺസിലിംഗിന് വിധേയരായത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗാർഹിക പീഡനം, ലഹരി ഉപയോഗം, മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്കാണ് പോലീസ് സ്റ്റേഷനുകളിലെ സ്നേഹിത സഹായ കേന്ദ്രത്തിലൂടെ പരിഹാരം നൽകുന്നത്. പദ്ധതി തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് സ്നേഹിതയുടെ സേവനം ലഭിച്ചത് തൃശൂർ ജില്ലയിലാണ്. കുടുംബശ്രീയുടെ കീഴിലുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാർക്കാണ് കൌൺസിലിംഗിന്റെ ചുമതല. ആഴ്ചയിൽ 2 ദിവസം വീതമാണ് സേവനം നൽകുന്നത്. കൌൺസിലിംഗിനെത്തുന്നവർക്ക് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വിവിധ ബാങ്കുകളുടെ സഹകരണത്തോടെ കവരത്തി ദ്വീപിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മത്സ്യബന്ധന സഹകരണ സംഘങ്ങൾ, അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ കടന്നു. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10ാം സ്ഥാനത്താണ്. 5 തവണ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി സൌഹൃദ മത്സരം കളിക്കും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഒക്ടോബർ 3-നാണ് മത്സരം. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും UDF-ൽ ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ കോൺഗ്രസിനും ലീഗിനും വെവ്വേറെ അഭിപ്രായമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. PM ശ്രീയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷം കോൺഗ്രസും ലീഗും അഭിപ്രായം പറയുമെന്നും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. DGP നിതിൻ അഗർവാൾ ഇന്ന് വിരമിക്കും. പേരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വിടവാങ്ങൽ പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. അഗ്നിശമന സേന DGP പദവിയിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററും ചേർന്ന് സംഘടിപ്പിക്കുന്ന എസ് ജാനകി അനുസ്മരണ പരിപാടി ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അവിടുന്നൻ ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ എസ് ജാനകി പാടി അനശ്വരമാക്കിയ ഗാനങ്ങളുടെ അവതരണം ഉണ്ടാകും. 11ാമത് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് കാലിക്കടവിൽ ഇന്ന് തുടക്കമാകും. കാസർഗോഡ് ജില്ല ആദ്യമായാണ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത മാസം 3 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇനി പ്രതീക്ഷയുടെ ചാകരക്കാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.